സീതത്തോടിലെ ചരിത്ര സമ്മേളനത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ നാട് കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മഹാസഞ്ചയത്തിന് സാക്ഷ്യം വഹിക്കുന്ന അപൂർവമായ നിമിഷത്തിലാണ് നമ്മൾ ഓരോരുത്തരും. ഇതിനു മുമ്പ് ഇത്രയും അധികം ആളുകൾ തടിച്ചുകൂടിയതായ ഒരു മഹാസമ്മേളനം സീതത്തോടിന്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ല. ഏതാനും നാളുകൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൽ നടന്നതായ പൊതു തെരഞ്ഞെടുപ്പിൽ വളരെ ആവേശപൂർവ്വം ഈ നാട്ടിലെ ജനങ്ങളൊന്നാകെ പോളിംഗ് ബൂത്തിലേക്ക് എത്തി നമ്മുടെ നാട്ടുകാരൻ കോന്നിയുടെ ആദരണീയനായ വലിയ അഡ്വക്കേറ്റ് KU ജനീഷ് കുമാറിന് അനുകൂലമായി അരുവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വോട്ട് രേഖപ്പെടുത്തുന്നതിന് വേണ്ടി കാണിച്ച അതേ ആവേശത്തോടും അതേ ഉത്സാഹത്തോടും കൂടിയാണ് ഈ നാടിന്റെ പ്രിയപ്പെട്ടവൻ KU ജനീഷ് കുമാറിനും കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനും നന്ദി രേഖപ്പെടുത്തുന്ന ഒരു മുഹൂർത്തമായി 324 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ തടിച്ചുകൂടിയിരിക്കുക. പിന്നോക്ക ക്ഷേമ ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി ശ്രീ K രാധാകൃഷ്ണനാണ് അടുത്തതായി വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. അദ്ദേഹം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മുണ്ടമ്പാറ പ്രൈവറ്റ് സ്കൂളിന് വേണ്ടി അനുവദിച്ചിട്ടുള്ള 1,20,00,000 രൂപയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ ഒരു മെമ്പറെ വിളിച്ചപ്പോൾ എനിക്ക് വരണമെന്നുണ്ട്, പക്ഷെ ഞങ്ങളുടെ നേതാവ് ബഹിഷ്കരിക്കാൻ പറഞ്ഞു. അത്തരക്കാരെ ഒറ്റപ്പെടുത്തണം നമ്മുടെ സമൂഹത്തിൽ നിന്ന്. ഞാൻ ഓർക്കുന്നു, ഇവിടെ ഈ സൗകര്യം ഒരുക്കാൻ വേണ്ടി ഇവിടെ പഞ്ചായത്തിന്റെ ഒരു പൊളിഞ്ഞ കെട്ടിടം ഉണ്ടായിരുന്നു. ഇവിടെ അതിനകത്ത് എല്ലാ അനാശാസ്യ പ്രവർത്തനവും നടക്കുകയായിരുന്നു. അതൊന്ന് മാറ്റാൻ പൊളിക്കാൻ തീരുമാനിച്ചതിന് ശേഷം 1.5 വർഷമായിട്ടാണ് നടന്നത്. മറ്റൊന്നുമല്ല, വെള്ളപ്പേപ്പർ എടുക്കുക, പരാതി എടുക്കുക, അയക്കുക, വരുന്ന ഉദ്യോഗസ്ഥരെ എല്ലാം ഭീഷണിപ്പെടുത്തിയതിന് ശേഷം ഒന്നും നടത്താതിരിക്കുക. അവസാനം അത് മാറ്റി നമുക്കൊരു ലക്ഷ്യമുണ്ട്, നമ്മുടെ മാർക്കറ്റ് ഇങ്ങനെയാവണം. അപ്പുറത്ത് ഇവിടെ ടൂറിസ്റ്റുകളെ കൊണ്ടുവരിക, നമ്മുടെ നാട് വളർത്തുക, നാട്ടിലേക്ക് നമ്മുടെ നാട്ടിൽ നിന്നും വിദേശത്തുൾപ്പെടെ പോയിട്ടുള്ള ആളുകൾക്ക് ഇവിടെ വന്ന് ജോലി ചെയ്യാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കുക. ഇതൊക്കെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. അത് കഴിഞ്ഞ വർഷമായെങ്കിൽ ഈ വർഷം 60 മറ്റു കോഴ്സുമാവില്ലായിരുന്നോ? നിങ്ങൾ കൊടുത്ത എല്ലാ പരാതികളും എന്റെ പക്കലുണ്ട്. നിങ്ങൾ പേര് വെച്ചു കൊടുത്ത പരാതിയും നിങ്ങളയച്ച ഊമക്കത്തും എല്ലാം എന്റെ പക്കലുണ്ട്. ഒന്നും ഞാൻ ഇപ്പൊ വെളിപ്പെടുത്തുന്നില്ല. ഈ പണി അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യണമെന്ന ധാരണ നമുക്കുണ്ട്. ഞങ്ങൾ മാറ്റും ഈ നാട്. അത് ഈ നാട് ഞങ്ങളിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ്. ഈ നാടിനെ ഞങ്ങൾ മാറ്റും, ഒരു സംശയവുമില്ല. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇതെല്ലാം പറയുമ്പോൾ ഈ നാടിനോട് ഒരു കാര്യം കൂടി പറയാതെ പോകുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് അതുകൂടി പറയുകയാണ്. എല്ലാ നേട്ടങ്ങളും ഉണ്ടാകുമ്പോഴും നമ്മുടെ നാട്ടിൽ ഒരു നഷ്ടം കൂടി ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്നുമല്ല, അത് സീതത്തോട് സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ടതാണ്. ആ ബാങ്ക് വളരെ മെച്ചപ്പെട്ട നിലയിൽ വരികയായിരുന്നു. അവിടെ ഉണ്ടായ ചില ക്രമക്കേടുകൾ ഭരണസമിതി തന്നെയാണ് കണ്ടുപിടിച്ചതും കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്നിട്ടുള്ളതുമെല്ലാം. പക്ഷേ നിക്ഷേപകരുടെ ഇടയിൽ ഭീതി വരുത്തി കൂട്ടത്തോടെ നിക്ഷേപം വിറ്റഴിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോ അവിടെ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നാട് അതിന്റെ ഭരണസാന്നിധ്യം ഞങ്ങളെ ഏൽപ്പിച്ചതാണ്. ഞങ്ങളെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഏൽപ്പിച്ചതാണ്. അതൊരു വ്യക്തി എന്നല്ല, ആര് വന്നാലും അതിന്റെ ഉത്തരവാദിത്വം ഞങ്ങൾക്കുണ്ട്. സാമ്പത്തിക പ്രയാസം പ്രതിസന്ധി നേരിട്ടപ്പോ ഞങ്ങൾ ഇറങ്ങി കൂട്ടായി പണം ശേഖരിച്ചു. വലിയ പ്രയാസമില്ലാതെ നിക്ഷേപകർക്കൊക്കെ കൊടുത്തു പോരുകയാണ്. അതുപോരാ, പഴയ നിലയിലേക്ക് ആ സ്ഥാപനത്തെ എത്തിക്കണം. അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. നിങ്ങൾ ഇട്ടത് പണം നിക്ഷേപിച്ചതും ഒക്കെ ഞങ്ങളെ വിശ്വസിച്ചാണ്. ആ വിശ്വാസം ഞങ്ങൾ സംരക്ഷിക്കുക തന്നെ ചെയ്യും.
ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് കളഞ്ഞിട്ട് പോകില്ല. ഇവിടെ തൊട്ടപ്പുറത്ത് ഒരു മിൽമ സഹകരണ സംഘമുണ്ട്. ധാരാളം ആളുകൾ കൊണ്ട് പണം നിക്ഷേപിച്ചു. അതിന്റെ സെക്രട്ടറി ആ പൈസയൊക്കെ ആയിട്ട് മുങ്ങി. അതിന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള കോൺഗ്രസും അവരോടും ചോദിച്ചപ്പോ പറഞ്ഞു, ഞങ്ങൾക്ക് അതിൽ ഉത്തരവാദിത്തം ഇല്ല, ഞങ്ങൾ അങ്ങനെ ഉത്തരവാദിത്തമില്ല എന്ന് പറയില്ല. ആ സ്ഥാപനം മെച്ചപ്പെടുത്തുന്നതിന് ആവശ്യമായ പദ്ധതിയും ഞങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. ചില ശുചീകരണ 324 കോടി രൂപയുടെ പദ്ധതികളുടെ ഭാഗമായുള്ള പ്രിയപ്പെട്ടവരെ, ഈ ചരിത്ര പ്രശസ്തി പങ്കാളികളാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നല്ല കയ്യടിയോടെ, നിറഞ്ഞ കയ്യടിയോട് കൂടി നമുക്ക് ഈ ധന്യ നിമിഷത്തിന്റെ ഭാഗമാകാം. 324 കോടി രൂപയാണ് സീതത്തോട് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി സമർപ്പിക്കുന്നത്. അതിന്റെ ഭാഗമായി 5000-ലധികം വീടുകളുള്ള സീതത്തോട് പഞ്ചായത്തിലെ എല്ലാ കുടുംബങ്ങളിലും ശുദ്ധജലം എത്തിക്കുകയാണ്. ഇതാ ബഹുമാന്യനായ റോഷി അഗസ്റ്റിൻ മന്ത്രി ഇപ്പോൾ കുടിവെള്ള പദ്ധതിയുടെ ശിലാസ്ഥാപന കർമ്മം നിർവഹിക്കുകയാണ്. ആ ചരിത്ര മുഹൂർത്തത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമ്മളുടെ ജനപ്രതിനിധികൾ, രാഷ്ട്രീയ നേതാക്കന്മാർ, സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ, ഉദ്യോഗസ്ഥർ എല്ലാവരും ചേർന്ന് ഈ നിമിഷത്തിൽ പങ്കാളികളാകുന്ന മനോഹരമായ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. പ്രിയപ്പെട്ട റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ ഇതാ കുടിവെള്ള പദ്ധതിയുടെ ശിലാഫലകം അനാച്ഛാദനം ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ കെ രാധാകൃഷ്ണൻ മിനിസ്റ്ററും ശിലാഫലകം അനാച്ഛാദനം ചെയ്തിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടർ, അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ എല്ലാവരുടെയും സാന്നിധ്യത്തിൽ പ്രിയപ്പെട്ട കോന്നിയമ്മന്റെ, നമ്മുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് കെ യു ജനീഷ് കുമാറിന്റെ നിറസാന്നിധ്യത്തിലാണ് ഇപ്പോൾ നമ്മുടെ 2 സ്വപ്ന പദ്ധതികളുടെയും ശിലാസ്ഥാപന കർമ്മം നടന്നു കഴിഞ്ഞിരിക്കുന്നത് എന്ന മൂലം അറിയിക്കുന്നു. ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് നമ്മുടെ മണ്ണിൽ നിറഞ്ഞു നിന്ന പ്രിയപ്പെട്ട മന്ത്രി തീർത്ഥാടകർക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കി. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക ക്ഷേമ വകുപ്പ് വളരെ മികച്ച രീതിയിൽ അതിൻ്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് ഈ നാടിന് ഒരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലാത്ത പല ഘട്ടങ്ങളിലും ഈ കിഴക്കൻ മലയോര മണ്ണിലേക്ക് കടന്നു വന്നിട്ടുള്ള പ്രിയപ്പെട്ട മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട മന്ത്രിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പട്ടികവർഗ പിന്നോക്ക ക്ഷേമ ദേവസ്വം പാർലമെന്ററികാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണനാണ് അടുത്തതായി വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. അദ്ദേഹം ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ മുണ്ടമ്പാറ ട്രൈബൽ സ്കൂളിന് വേണ്ടി അനുവദിച്ചിട്ടുള്ള 1,20,00,000 രൂപയുടെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും എല്ലാവരും ഉള്ളവരെയൊക്കെ പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് നേരം നടക്കും. അതുകൊണ്ട് ഞാൻ ദീർഘമായി ഈ വേദിയിൽ നിന്നുകൊണ്ട് നിങ്ങളോട് സംസാരിക്കുമെന്നായിരുന്നു. എന്തായാലും ഏറ്റവും അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് എൻ്റെ നടപടികൾ ഇനി നടത്താൻ വേണ്ടി പോകുന്നു. നമ്മുടെ കേരളത്തിൻ്റെ വികസന രംഗത്ത് വമ്പിച്ച മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു കാലത്ത് മനുഷ്യർ സ്വപ്നം കണ്ട കാര്യങ്ങൾ അത് ഇന്ന് നല്ലപോലെ സാക്ഷാത്കരിക്കാൻ കഴിയുന്നതിനുള്ള പ്രത്യേകത. പുതിയ വാഹനമാണ്. അങ്ങോട്ടുള്ള വഴിയിൽ 10,05,00,000 രൂപ മുടക്കി നവീകരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ, നമ്മുടെ വിദ്യാലയങ്ങൾ മാറുകയാണ്. നമ്മുടെ വിദ്യാലയങ്ങളിൽ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ഒരുക്കുവാൻ സംസ്ഥാന സർക്കാർ നമ്മളോടൊപ്പമാണ്. അതിൻ്റെ ഭാഗമായി യാത്ര